രാവിലെ എഴുന്നേറ്റിട്ട് അമ്മയും കൊണ്ടൊരു യാത്രയിലാണ്. സംഭവം വേറെ ഒന്നുമല്ല, വിഷു ആണല്ലോ വരുന്നത്. കുറച്ച് ഡ്രസ്സ് എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഈ പോക്ക്. പോയത് വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ കൊടുവള്ളിയിൽ പുതുതായിട്ട് തുടങ്ങിയൊരു ഷോപ്പുണ്ട്. 19 മുതൽ 999 രൂപയാണ് അവിടുത്തെ വിലകൾ. കയറി ചെന്നത് ബോയ്സിന്റെ സെക്ഷനിലേക്കാണെങ്കിലും ഈ എടുക്കുന്ന ഐറ്റംസ് ഒന്നും എനിക്ക് വേണ്ടിയല്ല, എന്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ്. കൂട്ടത്തിൽ അമ്മയ്ക്കും കൂടിയുള്ള മാക്സുകൾ എടുക്കാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ലേഡീസ് ഇതിനുള്ളിൽ കയറിയാൽ പുറത്തേക്ക് ഇറങ്ങും തോന്നുന്നില്ല, അത്രക്കേറെ കളക്ഷൻസ് ആണ്. അപ്പൊ പിന്നെ നമ്മൾ പോസ്റ്റ് ആയി തരണേ. ആ പോസ്റ്റ് ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇന്നലത്തെ കാര്യങ്ങൾ നോക്കിയാലോ. ഇന്നലെയും ഇതുപോലെ പോസ്റ്റ് ആയി നിൽക്കുമ്പോഴാണ് നമ്മുടെ കഥ അവസാനിച്ചത്. അപ്പോ ഇന്നൊരു കഥ சொல்லட்டுமா സാർ? വെറുതെ മാനത്തുകൂടെ വന്നിറങ്ങുന്ന പ്ലെയിനുകൾ നോക്കിയിരിക്കുന്ന ഗ്യാപ്പിലാണ് ഞങ്ങളുടെ അനൗൺസ്മെന്റ് വരുന്നത്. ഓടിച്ചെന്ന് അതിന് ലൈൻ നിന്നപ്പോഴാണ് പറയുന്നത് അത് തൃച്ചിക്കുള്ള ഫ്ലൈറ്റ് ആണെന്ന്. ഒടുവിൽ തൃച്ചിക്കാരെല്ലാവരും കയറി പറക്കുന്നത് കാത്ത് ഞങ്ങൾ അങ്ങനെ ലൈനായിട്ട് നിന്നു. ഒടുവിൽ തൃച്ചിക്കുള്ള ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഞങ്ങളുടെ വിളി വരുന്നത്. അപ്പോഴും സമയം 3:30 കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒടുവിൽ ഞങ്ങളെ കൊണ്ടുപോകാനുള്ള പേടകം വന്നെത്തി. ഞങ്ങളെല്ലാവരും വരിവരിയായി മന്ദം അതിനകത്തേക്ക് കയറി. എല്ലാവരും കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കോഴിക്കോടേക്ക് കൊണ്ടുപോകുന്ന ഫ്ലൈറ്റിനടുത്തേക്ക് ബസ് യാത്രയായി. അധിക ദൂരം സഞ്ചരിക്കാതെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിമാനം കാണാമായിരുന്നു. ഡൊമസ്റ്റിക് എയർലൈൻസ് ആയതുകൊണ്ട് തന്നെ വളരെ ചെറുതായിരുന്നു വിമാനം. ഇതിപ്പോ ഞങ്ങൾ 10 പേര് ചാർട്ടേഡ് ഫ്ലൈറ്റ് വിളിച്ച് വരുന്ന മാതിരി എന്നൊക്കെ തമാശ പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇന്ത്യയുടെ തന്നെ മറ്റൊരു കില്ലാടിയുടെ വരവ്. ഒടുവിൽ എങ്ങനെയൊക്കെയോ തള്ളിക്കേറി ഞങ്ങൾ ആ വണ്ടി കയറി പറ്റി. എനിക്ക് സെൻട്രൽ സീറ്റാണ് കിട്ടിയതെങ്കിലും വീഡിയോയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ സമ്മതിക്കനോട് സൈഡ് സീറ്റ് ചോദിച്ചു വാങ്ങി. കുറച്ചു നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഫ്ലൈറ്റ് ഉയർന്നു പൊന്താനുള്ള അനൗൺസ്മെന്റ് കേട്ടു. ഒടുവിൽ കുറച്ചു നേരം റൺവേയിലൂടെ സഞ്ചരിച്ചിട്ട് വിമാനം ഉയർന്നു പൊന്തി. പിന്നീടുള്ള കാഴ്ചയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ചെറിയൊരു അംശം ഞാൻ ഇവിടെ കാണിക്കാം. ഇതൊക്കെ തുടക്കത്തിലെ ഹൈറ്റ് ആണ്, പിന്നീട് ഇതിലും ഉയർന്നു പൊന്തും. ആ ആസ്വാദനമൊന്നും അധിക സമയം ഉണ്ടായിരുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, വിശന്നിട്ട് വയറ് വീട്ടിൽ ബലി ഇടാനുള്ളവരെ വരെ വിളിച്ചു തുടങ്ങിയിരുന്നു. ഫ്ലൈറ്റിൽ ഞങ്ങൾക്ക് മീൽസ് അവൈലബിൾ അല്ലാത്തതുകൊണ്ടും വേറെ നിവർത്തി ഇല്ലാത്തതുകൊണ്ടും ഞാനൊരു ഗ്ലാസ് വെള്ളം ചോദിച്ചു. അവിടെ തുടങ്ങിയ ആ സൗഹൃദം ഇപ്പൊ എത്തി നിൽക്കുന്നത് ഞാൻ പിന്നീട് പറയാം. ഇനി ഒരു മണിക്കൂർ കൂടി കാത്തു നിന്നാൽ കോഴിക്കോട് എത്തി ഭക്ഷണം കഴിക്കാം എന്ന് കരുതി കാത്തിരുന്ന ഞങ്ങൾക്ക് വേണ്ടിയാണ് മറ്റൊരു അപകടം വരുന്നത്. സാധാരണഗതിയിൽ മേഘത്തിന്റെ മുകളിലൂടെ സഞ്ചരിച്ചിരുന്ന ഞങ്ങൾ പിന്നീട് മേഘത്തിന്റെ ഉള്ളിൽ കൂടെ പെട്ടിട്ട് വശംവതരായി. വിശപ്പിനേക്കാൾ വലിയ വിളിയുണ്ടെന്ന് അപ്പം മനസ്സിലായി. ഒടുവിൽ കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം മേഘപടലങ്ങൾ മാറ്റിക്കൊണ്ട് സൂര്യന്റെ തെളിച്ചം വന്നപ്പോഴാണ് ചെറിയൊരു ആശ്വാസമായത്. ഭയചരിതരായിട്ടിരിക്കുന്ന എല്ലാവരെയും ശാന്തരാക്കിക്കൊണ്ട് കോഴിക്കോട് എയർപോർട്ട് ഞങ്ങൾ കണ്ടു തുടങ്ങി. ഒരുപാട് സമയമൊന്നും എടുക്കാതെ അങ്ങനെ ഫ്ലൈറ്റ് കോഴിക്കോട് ലാൻഡ് ചെയ്തു. ഇൻസ്റ്റാഗ്രാമിൽ സൗഹൃദം തുടരാമെന്നുള്ള ഉറപ്പോടെ ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞു. ഒടുവിൽ ഞങ്ങളെ കൊണ്ടുപോകാൻ എത്തിയ വണ്ടിയിലേക്ക് നടന്നു കയറി. ആ വണ്ടിയിലപ്പം ഞാനും സമ്മതിക്കുകയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഞങ്ങളുടെ ലഗേജ് എടുക്കുന്ന സ്ഥലത്ത് വെയിറ്റിംഗ് ആയിരുന്നു. ലഗേജ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ എയർപോർട്ടിന് പുറത്തേക്ക്. അവിടെ ഞങ്ങളെ കൂട്ടാൻ എൻ്റെ ഒരു പഴയ സുഹൃത്തിന്റെ എൻട്രി. മുമ്പ് നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുള്ള ജാഫർക്ക. പിന്നെ എന്ത് സംഭവിച്ചു എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നാളെ പറയാം.